ഹായ്. ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസ് സീസൺ 7 കാണുന്നവരാണല്ലേ? ഞാനും ഇപ്പോൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ 3 ഫോട്ടോയെ കൊടുത്തിരുന്ന ക്യാപ്റ്റന്മാരുടെ സ്ഥിതി എന്താണ്? ആ ഹൗസ് എന്താണ് ഈ ഒരാഴ്ച കൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച കാണിച്ചു കൂട്ടുന്നത്? ഒരിതുമില്ല കേട്ടോ, ഒരിതുമില്ലെന്ന് പറഞ്ഞാൽ ഇവർക്കും ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ അവരവിടെ എന്താണ് താണ്ഡവമാടുന്നതെന്ന് അവർക്ക് മാത്രം അറിയാം. ഇതെന്തരാണ്? ഇതെല്ലാവരും കാണുന്ന ഒരു ഷോ അല്ലേ? ഇവരെന്തരാണ് കാണിക്കുന്നത്? ഇവർക്ക് ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെളിയിലും ഒരിത് വേണ്ടേ? പക്ഷെ ഇത് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. ആര്യൻ ഇന്നലെ അനുവിനെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അക്ബറൊക്കെ എന്താണ് പറയുന്നത്. പിന്നെ എന്തായാലും നമ്മളെ ഷാനവാസ് ഇന്നലെ എന്തായാലും നെവിൻ്റെ ഒരു ഇത് കാരണം ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ അറിയുന്നത് എന്തായാലും വലിയ ഇതില്ലെങ്കിലും പുള്ളിക്ക് നെഞ്ചുവേദന ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പം ഇന്നലെയും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ദിവസം ഹോസ്പിറ്റലിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളി എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ വീണ്ടും വരട്ടെ. എന്തായാലും 2 ടാസ്ക് കഴിഞ്ഞായിരുന്നു, ടിക്കറ്റ് ടു ഫിനാലെ. അതിൽ പുള്ളിയില്ല. എന്തായാലും എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോഴെന്ന് പറയുമ്പം അനുവിനെ അടിച്ച് അന്ന് റിയാസും ഡോക്ടർ റോബിനും ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ റിയാസിനെ പുഷ് ചെയ്തെന്ന് പറഞ്ഞാണ് ഡോക്ടർ റോബിനെ പുറത്താക്കിയത്. അപ്പോൾ അതുപോലെ ബിഗ് ബോസ് 1-2 കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഇതൊരു കേസ് വരുമ്പോഴേ അവിടെ വാണിംഗ് അല്ല, അപ്പോഴേ തന്നെ പുറത്താക്കുക. ഇത് തന്നെ ബിഗ് ബോസ് ലാസ്റ്റ് വാണിംഗ് നെവിന് കൊടുത്തു. എന്നിട്ട് നെവിൻ അവിടെ എന്താണ് പറയുന്നത്, അനുമോളെ കുലശ്രീ ഇതാണെന്നൊക്കെ പറയുന്നത്. എന്തായാലും ആ ബിഗ് ബോസിൽ അനീഷ് ബ്രോയ്ക്ക് ഷാനവാസ് ബ്രോയെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി മെഡിക്കൽ റൂമിലിട്ടുണ്ട്. അപ്പോൾ അക്ബറും ആര്യനൊക്കെ പറയും ഇതൊക്കെ ഒരു ഡ്രാമയാണ്. നെവിനും പറയുന്നത് ഡ്രാമയാണ്. ഞാൻ പാലെടുത്ത് അങ്ങനെ അറിഞ്ഞത് സംഭവം പറയുന്നതെന്ന് വെച്ചാൽ പാലിൻ്റെ കുറച്ച് നെഞ്ചിൽ നല്ല ഇതായിട്ട് കൊണ്ടിട്ടുണ്ട്. എന്തായാലും അത് ഒരു ഡ്രാമയല്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഡ്രാമയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതെല്ലാം എന്തായാലും ഇത് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ലല്ലോ. എന്തായാലും നെഞ്ചുവേന എന്ന ഒരു പുള്ളി പറയുന്നുണ്ട് എനിക്ക് നെഞ്ചുവേനം പല അസുഖങ്ങളും മനുഷ്യർക്ക് അസുഖമില്ലാത്ത. പക്ഷേ എന്തായാലും ഇതൊരു ഇതായിപ്പോയി. 3 ക്യാപ്റ്റന്മാരെ വിളയാട്ടായിപ്പോയി ബിഗ് ബോസ്. എന്തായാലും ഇന്നലെ നല്ലൊരു ഇതായിരുന്നു. ആദിലയും നൂറിയാനും കൂടെ എന്തായാലും ക്യാപ്റ്റന്മാരെ പൊളിച്ച് അവിടുത്തെ ആൺപടെ പൊളിച്ച് അടുക്കിയിരുത്തി കളഞ്ഞു. അതൊരു സൂപ്പർ ഇതാണ്. എന്നിട്ടും നെവിന് വാണിംഗ് കൊടുത്തതിന് ശേഷം ഇവർ വീണ്ടും എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും ഇന്ന് നല്ല ഒരു ഫൈറ്റിംഗ് രംഗമാണ് വന്നിട്ടുള്ള എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫൈറ്റിംഗ് രംഗം വന്നിട്ടുള്ളത് ഇന്നത്തത്. എന്തായാലും പുള്ളിയെ എല്ലാവരും കൂടെ ചേർന്നതാ കൊണ്ടുവന്ന് പുള്ളിക്ക് ഒട്ടും വയ്യ കേട്ടോ. എന്നിട്ട് ഇവർ പറയണം ഡ്രാമ. എന്താണ് ഡ്രാമ? ഒരു മനുഷ്യനൊരു അസുഖം വരുമ്പോഴാണ് ഡ്രാമ. പുള്ളി വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ അത് കുടിക്കുന്നില്ല. അതൊക്കെ ഒരു ഡ്രാമയാണ്. ഒരു മനുഷ്യനൊരു അസുഖം വരുമ്പോഴേ അവനവൻ്റെ അവനവൻ അതിൻ്റെ ഇതെന്തെന്ന് പറയാക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ വെറുതെ വെളിയിരിക്കുന്നവർക്ക് പറയാം അതെന്താണ് ഒരു നിസ്സാര ഒരു പല്ലുവേന വന്നത്. പക്ഷേ ഇത് നെവിൻ കാണിക്കുന്ന ചീപ്പ് ഷോയാണ് കേട്ടോ. എന്തായാലും ഇതായത് കണ്ടോ, ബിഗ് ബോസ് മെഡിക്കൽ പരിശോധിക്കുന്നു. ഇവിടെ നിന്ന് നേരെ ഡയറക്റ്റാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. എന്തായാലും പെട്ടെന്ന് നേരത്തെ പറഞ്ഞാൽ തന്നെ എന്തായാലും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിയാണ്. നാളെ എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അറിയാം നെവിൻ എന്താണ് ഇതെന്നൊക്കെ ഉള്ളത്. എന്തായാലും ബിഗ് ബോസും പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും വരുമ്പോൾ അറിയാം. എന്തായാലും നിൽക്കുന്നവനാണ് നെവിൻ. ഇവൻ എന്തിൻ്റെ കുഴപ്പമാണ്, എന്താണ് നമുക്കൊന്നും അറിയില്ല എന്താണെന്ന്. ഇങ്ങനെയുള്ളവർ അപ്പോഴേ ആരംഭത്തിൽ ഒരു കേസ് കഴിയുമ്പോൾ അപ്പോഴും പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.